കറിവേപ്പില മരമേ, ഈ ഇലയൊക്കെ ഒന്ന് താഴെ ആയിരുന്നെങ്കിൽ എനിക്ക് എന്ത് എളുപ്പമായിരുന്നു പറിക്കാൻ. ഇതൊരുമാതിരി മേളിൽ പോയി വളർന്നിട്ട്. ഇവക്കെന്താ വട്ടായി പോയാ? മരത്തോടൊക്കെ സംസാരിക്കും. താഴെ ആയിരുന്നെങ്കിൽ അപ്പം കറിയിലിട പറിച്ചു കൊണ്ടുപോയിട്ട് എന്ത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. നീ എന്തോടി ഇത് തന്നെത്താനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഈ ഇലയിലെ മേളിലല്ലേ ഉള്ളത്, എനിക്ക് പറിക്കാൻ കിട്ടട്ടെ. എന്നാ പിന്നെ ഒരു കൊക്ക ഉണ്ടാക്കി തരാൻ പറഞ്ഞ അതും ചെയ്യൂല. നിന്റെ ഹൈറ്റിന് ഒപ്പിക്കണമെങ്കിൽ വല്ല മേശയും കസേരയൊക്കെ എടുത്തോണ്ട് വരണ്ടേ? നിങ്ങൾ ഇത്രയും ഹൈറ്റ് ഉണ്ടായിട്ട് ഇതൊന്നും ചെയ്തിരുന്നില്ലല്ലോ. തന്നെത്താനെ ചെയ്യാൻ മിടുക്കുള്ളവളല്ലേ? നീ എന്തിനാ ഗ്ലാസ്സിലൊക്കെ ചില അക്ഷരങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? ഗ്ലാസ്സേ, വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിലൊക്കെ ഈ എ എന്നൊക്കെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാന്ന്? അതാ, അത് ഞാൻ ABCD എഴുതാൻ പഠിച്ചതാ. ABCD എഴുതി പഠിക്കാൻ നീ എന്താടി LKG കുട്ടിയാ? LKG കുട്ടിയല്ല, UKG കുട്ടിയല്ല. ആ, തൊട്ടുകൂടായ്മ കാണിക്കുന്ന നീയേ കുട്ടിയൊന്നും അല്ല, പട്ടി, വെറും പേപ്പട്ടി. പേപ്പട്ടി ഉണ്ടല്ലോ, നിങ്ങളെ പെങ്ങള് സരിത എന്നെ മോശക്കാരിയാക്കാൻ ശ്രമിച്ചിട്ടില്ലേ? അങ്ങനൊന്നും അവളെ ശ്രമിക്കത്തില്ല. എന്നെ അവളെ നല്ല രീതിയിലാണ് ഞങ്ങളുടെ അമ്മ വളർത്തി. അപ്പൊ എന്റെ അമ്മ എന്നെ എങ്ങനെയാ വളർത്തിയേ? ആർക്കറിയാം? എന്നെ നല്ല രീതിയിൽ തന്നെയാ വളർത്തിയത്. എന്നാ നിങ്ങൾ ഇത് കൂടി കേട്ടോ, ആ ഗ്ലാസ്സിൽ ഏന്ന് എഴുതി വെച്ചത് ഞാൻ തന്നെയാ. എന്തിന്? എല്ലാ ഗ്ലാസ്സുമായിട്ട് മിങ്കിളാവണ്ട, നിങ്ങൾക്ക് ഒട്ടും വൃത്തിയില്ല, അതുകൊണ്ട്. അതിന് എന്ന് ഉണ്ടാക്കുന്ന എന്തിനാ? A for പിള്ളേരുടെ അച്ഛൻ. ഇയാളുടെ അച്ഛൻ. എടി, ഇത് അടുത്ത നമ്പറാന്ന് എനിക്ക് അറിയാടി. നമ്പറല്ല, നിങ്ങൾക്ക് വൃത്തിയില്ലാന്ന് എനിക്കല്ലേ അറിയുള്ളൂ മനുഷ്യ, വേറെ ആർക്കും അറിയില്ല. വൃത്തിയില്ല. ഫൈനലി അങ്ങനെ ഇതുകൊണ്ട് എനിക്ക് അവസാനം ഒരു ഉപകാരപ്പെട്ടല്ല. കൊള്ളാം, ഇത് വർക്കാവും. ഇതെന്താന്ന് കണ്ടിട്ട് തോന്നുന്നേ? അത് ലാപ്ടോപ്പാന്നൊക്കെ എനിക്ക് മനസ്സിലായി. ആരുടെ ലാപ്ടോപ്പ് അത്? എന്റെ ലാപ്ടോപ്പ്. ആരോട് ചോദിച്ചോട്ടാടാ അടുത്തെ? അത് ഇപ്പം പ്രത്യേകത്ത് ചോദിക്കുകയൊക്കെ വേണോ ലാപ്ടോപ്പ് എടുത്തോട്ടെ? ചോദിക്കണം. ചോദിക്കാം. ചേച്ചി, ഇത് ഞാൻ എടുത്തോട്ടെ? അങ്ങനെ ചോദിച്ചാ പോരാ, പിന്നെ എങ്ങനെ? താണുക്കേണ് അപേക്ഷിച്ച് ചോദിക്കണം. ഓ ശരി. ബഹുമാനപ്പെട്ട മധു അവർ അറിയുന്നതിന് താങ്കളുടെ ഈ ഉപയോഗശൂന്യമായ ഈ കിടുതാപ്പ് എന്റെ എക്സ്പീരിയൻസിന് വേണ്ടി ഞാനൊന്ന് എടുത്ത് ഉപയോഗിച്ചോട്ടെ? തരാൻ ഉദ്ദേശിക്കണില്ല. നന്ദി, നമസ്കാരം. നീ ഉദ്ദേശിക്കണ്ട, അല്ലാതെ എനിക്ക് എടുക്കാൻ അറിയാം. വെക്കടാ അവിടെ. മനസ്സില്ല. ഞാനൊന്ന് യൂസ് ചെയ്തിട്ട് ഇത് നിനക്ക് ഒരു ഉപയോഗിക്കാതിരിക്കുമല്ലായിരുന്നു മധു? ബലപ്രയോഗം വേണ്ട, സമാധാനം. നീ എന്നെ താള പറയാ. ലാപ്ടോപ്പ് പൈസയുടെ എനിക്ക് അടി ഉണ്ടാക്കാൻ വയ്യ. നീ ലാപ്ടോപ്പ് എടുത്തോ. വഴിക്ക് വാ. നീ ലാപ്ടോപ്പ് എടുക്കുന്നില്ല. ആരാത് വിളിക്കണേ? എന്താ അച്ഛാ? ഇപ്പൊ വരാം. മോളെ, അമ്മ പറഞ്ഞത് സത്യമാണോ? അച്ഛന് വൃത്തിക്കുറവുണ്ടോ? അങ്ങനെയൊന്നുമില്ല അച്ഛാ. അല്ല, ഇവള് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാലേ നമുക്കൊരു മനപ്രയാസമല്ലേ, അതുകൊണ്ട് ചോദിച്ചാ. നിന്റെ അതെ വന്നല്ല. അച്ഛ ഇവിടെ ഇരുന്നോട്ടോ എന്നെ വിളിച്ചേ. എടി, നിന്നെ വിളിക്കാൻ ഇവൾക്ക് ഞാൻ പറഞ്ഞു വിട്ടതാ. അപ്പൊ ഇവള് പറഞ്ഞു ഇവക്ക് നല്ല സൗകര്യമില്ലെന്ന്. ഇവക്ക് വല്ല അനുസരണയുണ്ടോ അച്ഛാ? നിനക്ക് വലിയ അനുസരണയാണോ? എനിക്ക് അനുസരണയുള്ളതുകൊണ്ടല്ലോ അച്ഛൻ വിളിച്ചപ്പോഴേക്കും ഞാൻ വന്നില്ലേ. അച്ഛാ, എനിക്ക് അനുസരണ കുറവുണ്ടോന്നും അല്ല ഞാൻ പോവാനത്. ഈ ചേച്ചിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞോണ്ടാണ് ഞാൻ പോവാന്. അല്ലെങ്കിൽ ഇവള് വന്ന് വിളിച്ചാ ഞാൻ വരൂലായിരുന്നു. അയ്യോ, ചേച്ചി വന്നാലും വന്നില്ലെങ്കിലും കണക്കാ. അച്ഛാ, ഞാൻ പോട്ടെന്നാ. ഞാനേ അകത്തെ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. നമ്മുടെ അകത്തെ ആ തൊട്ടുകൂടായ്മ പ്രശ്നം നമുക്കൊന്ന് അവസാനിപ്പിക്കണ്ടേ? എന്തേ? ഒരു കാര്യം ചെയ്യും. അച്ഛൻ അടുക്കളയിൽ ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം തല്ലി പൊളിക്കും, എന്നിട്ട് പുതിയത് വാങ്ങും. തന്തയോട് പോയി പറയണം. അതെന്താ വാങ്ങിച്ചു തരണം. മേടിക്കോ? എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. അതൊക്കെ വീട്ടിലുള്ളവര് വേറെ വല്ലവരൊക്കെ ആലോചിക്കണം. അച്ഛാ, ഈ അപ്പച്ചി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ എല്ലാ പ്രശ്നവും തീരും.
ഈ അപ്പച്ചീനെ ഇറക്കി വിടാനേ ഈ ചേച്ചി ആയിരിക്കും അതിനകത്ത് ഏന്ന് എഴുതി വെച്ചത്. ഞാനൊന്നല്ല അച്ഛ, ഇവളായിരിക്കും അത് ചെയ്തേ. ഞാനൊന്നുമില്ല. ആ, ഈ ചേച്ചി ആയിരിക്കും എഴുതിയത്. നീ കണ്ടോ ഞാൻ എഴുതണത്? അല്ല, ഞാൻ എഴുതുന്ന ചേച്ചി കണ്ടായിരുന്നു. ഹലോ വായ അടയ്ക്കാവോ? അകത്തെ വഴക്ക് തീർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ രണ്ടും ഇവിടെ വിളിച്ചു വരുത്തത്. ഇനി നിങ്ങളുടെ വഴക്ക് തീർക്കാൻ പറയാമല്ലോ വിളിച്ചോണ്ട് വരേണ്ടി വരും. ഭ്രാന്ത് പിടിപ്പിക്കും മനുഷ്യനെ കൊണ്ട്. ഒരു വിവരവും ഇല്ല. നീ കണ്ടോടി ഞാൻ എഴുതണത്? ഞാൻ എഴുതുന്ന ചേച്ചി കണ്ടായിരുന്നോ? ഇല്ല. ആ, പിന്നെ എന്തിനാ എന്റെ പേര് പറഞ്ഞത്? നീ എന്തിനാ എന്റെ പേര് പറഞ്ഞേ? ആ, അതെ, എനിക്ക് ഞാൻ പലതും പറയും, എന്റെ ഇഷ്ടം. ആണോ? ആണല്ലേ? അതെ. എന്നാ ഇതെന്റെ ഇഷ്ടം. ചേച്ചി അമ്മേ സരിതേ, എന്തിയാടാ? നീ വന്നേ. ഇരി. എന്തിനാടാ വിളിച്ചു? ഇരിക്കുന്നേ, പറയാം. ഒരാളെ കൂടെ വിളിക്കാൻ. പുഷ്പേ, എന്താ ഇവിടെ വന്നേ. നിങ്ങൾക്ക് ഇവിടെ വലിയ പ്രശ്നമായിരുന്നല്ലോ ഒരു ഗ്ലാസ്സിൽ ഏന്നോ എന്താണ്ടൊക്കെ അക്ഷരം എഴുതി വെച്ചെന്ന്. ദേ, ഇവിടെയുള്ള സകല ഗ്ലാസ്സിലും ഞാൻ ഇപ്പൊ ഏഴെന്ന് എഴുതി. പ്രശ്നം തീർന്നല്ലോ. എന്ത് പറയുന്നു പുഷ്പ? ABCD 1 2 3 എന്ത് വേണമെങ്കിൽ ഇത് എനിക്ക് ഒരു പ്രശ്നമില്ല. നീയോ? എല്ലാ ക്ലാസ്സിലും A ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അമ്മ എന്ത് പറഞ്ഞു? എടാ, നീ ഈ എല്ലാ ക്ലാസ്സിലും A എഴുതാതെ ആ ഒരു ക്ലാസ്സിൽ A മാറ്റി കളഞ്ഞ പോരായിരുന്നോടാ? അയ്യോ, ശരിയാണ്. നീ ഒരു മണ്ടൻ തന്നെ, മരമണ്ടനാ. അയ്യോ, ഞാൻ മണ്ടനായാലെന്താ? ദേ, നാത്തുമാർ അട്ടഹസിച്ചിരിക്കുന്നത് കണ്ടില്ലേ? അത് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ. ആണോ ശരിക്കും? ദൈവത്തിന് സ്തുതി. പക്ഷേ എങ്കിലേ ഈ നാത്തുമാര് സഖ്യത്തിലായപ്പം നിങ്ങളുടെ പേരും പറഞ്ഞ് 2 സിസ്റ്റേഴ്സ് ഇവിടെ പിണങ്ങിയിരിക്കും. സിസ്റ്റേഴ്സിന്റെ ഉടക്ക് ഞാൻ ശരിയാക്കി തരാം. ഞാൻ അവരെ ഉപദേശിച്ചിട്ട് വരാം. ശരി കേട്ടാ, ഉപദേശിച്ചിട്ട് ശരിയാക്കിട്ട് വരാം. എന്ത് നല്ല നാത്തൂൻ. അവളെന്റെ മോളാണേ. അതേ അവക്കൊരു കുറവുള്ളൂ. ഹലോ, നാത്തൂൻസിന്റെ പ്രശ്നം ഇപ്പൊ തീർന്നതേ ഉള്ളൂ. ഇനി അമ്മായിമ്മ മരുമോളൊന്നും പ്രശ്നം ഉണ്ടാക്കരുത്. ഈ ഗ്ലാസ് എടുത്ത് അകത്ത് വെച്ചിട്ട് സ്നേഹത്തോടെ കഴിയൂ കേട്ടോ. ഞാൻ പോട്ടോ.